തെക്കേ അമേരിക്കയിലെ ആമസോൺ പ്രദേശത്ത് പടർന്നു കിടക്കുന്ന വലിയൊരു വനപ്രദേശമാണ് ആമസോൺ മഴക്കാടുകൾ. ആമസോൺ മഴക്കാടിനെ ആമസോണിയ എന്നും ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു മഴക്കാട് തന്നെയാണ് ആമസോൺ മഴക്കാട്. ഏകദേശം 55 ലക്ഷം ചതുരശ്ര കിലോമീറ്ററിലാണ് ആമസോൺ മഴക്കാട് പരന്നു കിടക്കുന്നത്. ഏതാണ്ട് ഇന്ത്യയുടെ ഇരട്ടി വലിപ്പമുണ്ട് ആമസോൺ മഴക്കാടിന്. പലതരത്തിലുള്ള സസ്യങ്ങളും അതുപോലെ തന്നെ പലതരത്തിലുള്ള മൃഗങ്ങളും പക്ഷികളും ജന്തുക്കളും മത്സ്യങ്ങളും അങ്ങനെ പലതരത്തിലുള്ള ജീവികൾ ഉൾക്കൊണ്ട് ഇന്നും മനുഷ്യർക്ക് കണ്ടെത്താൻ പറ്റാത്ത രീതിയിലുള്ള ജൈവ സമ്പത്ത് തന്നെ ആമസോൺ മഴക്കാടിലുണ്ട്. ആമസോൺ മഴക്കാടിൻ്റെ 60% ബ്രസീലിലും 13% പെറുവിലും 10% കൊളംബിയയിലുമായി ആമസോൺ മഴക്കാട് 9 രാജ്യങ്ങളിലായി പരന്നു കിടക്കുന്നു. വെനിൻസുല, ഇക്വഡോർ, ബൊളീവിയ, ഗയാന, സുരിനാം, ഫ്രഞ്ച് ഇതിനിടയിലുള്ള ഫ്രഞ്ച് ഗയാന എന്നിവയാണ് ബാക്കിയുള്ള രാജ്യങ്ങൾ. ലോകത്ത് അവശേഷിച്ചിട്ടുള്ള മഴക്കാടുകളുടെ പകുതിയും ആമസോണിലാണുള്ളത്. ഉഷ്ണമേഖല മഴക്കാടുകളിൽ ഏറ്റവും ജൈവ വൈവിധ്യമേറിയതും ഏറ്റവും വലുതുമാണ് ആമസോൺ മഴക്കാട്. ഏകദേശം 16,000 സ്പീഷീസുകളായി 39,000 കോടി മരങ്ങളാണ് ആമസോൺ വനത്തിലുള്ളത്. 5.5 കോടി വർഷങ്ങളായി നിലനിൽക്കുന്ന വനമാണ് ആമസോൺ മഴക്കാടുകൾ. കഴിഞ്ഞ 21,000 വർഷങ്ങളായി ആമസോൺ വനത്തിലെ സസ്യജാലങ്ങൾക്ക് കാര്യമായ മാറ്റം വന്നതായി അറിയാൻ കഴിയുന്നു. സഹാറ മരുഭൂമിയിൽ നിന്നും ഏകദേശം 500 ലക്ഷം ടൺ മണലാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ മുകളിലൂടെ പറന്ന് ആമസോൺ വനത്തിലെത്തുന്നത്. ഈ പൊടിമണലിൽ അടങ്ങിയിരിക്കുന്ന ഫോസ്ഫറസ് ആമസോണിലെ സസ്യങ്ങൾക്ക് വളരാൻ ആവശ്യമായ പോഷകങ്ങൾ നൽകുന്നു. സഹാറയിൽ നിന്നും പറന്നു പോകുന്ന പൊടിമണലിനെ പറ്റി നാസയുടെ കാലിപ്സോ ഉപഗ്രഹം പഠനം നടത്തിയിട്ടുണ്ട്. ഇതുപ്രകാരം 18 കോടി ടൺ പൊടിമണലാണ് സഹാറയിൽ നിന്നും ഒരു വർഷം പുറത്തേക്ക് പോകുന്നത്. പുരാതന കാലം മുതൽ തന്നെ ആമസോൺ വനത്തിൽ മനുഷ്യർ താമസിച്ചിരുന്നു. ഏകദേശം 11,200 വർഷം മുമ്പ് മനുഷ്യർ താമസിച്ചിരുന്നതായി പല കണ്ടുപിടുത്തങ്ങളും സൂചിപ്പിക്കുന്നു. പുരാതന കാലത്ത് ഏകദേശം AD 1250 മുതൽ മനുഷ്യർ ഇവിടെ സ്ഥിരതാമസം ഉറപ്പിക്കുകയും അതുകൊണ്ട് തന്നെ കാടിൻ്റെ പ്രകൃതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ആധുനിക കാലത്ത് കണ്ടുപിടിച്ച തെളിവുകൾ അനുസരിച്ച് AD 1500 കാലഘട്ടത്തിൽ ഏകദേശം 50 ലക്ഷം മനുഷ്യർ ആമസോൺ വനത്തിൽ താമസിച്ചിരുന്നു. 1900 ആയപ്പോഴേക്കും ഇത് 10 ലക്ഷമായി കുറയുകയും 1980കളിൽ ഇത് 2 ലക്ഷമായി കുറയുകയും ചെയ്തു. 1542 ആദ്യമായി മുഴുവൻ നീളത്തിൽ ആമസോണിലൂടെ യാത്ര ചെയ്ത യൂറോപ്പുകാരൻ ഫ്രാൻസിസ്കോ ഡി ഒറീലാന ആയിരുന്നു. ഇദ്ദേഹം അന്ന് ആമസോൺ സംസ്കാരത്തെപ്പറ്റി പറഞ്ഞിരുന്നത് വളരെ അതിശയത്തോടു കൂടിയായിരുന്നു. ഫ്രാൻസിസ്കോ പറഞ്ഞതനുസരിച്ച് വളരെ സങ്കീർണമായ സംസ്കാരങ്ങൾ ആമസോണിൽ നിലനിന്നിരുന്നു. മഴക്കാടുകളാണ് ജൈവ വൈവിധ്യത്തിൻ്റെ കേന്ദ്രങ്ങൾ. ഇതിൽ തന്നെ ആമസോൺ ആവട്ടെ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും കാടുകളേക്കാൾ വളരെ ഏറെ ജൈവ വൈവിധ്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു വനമാണ്. ഈ വനത്തിലാവട്ടെ മറ്റ് കാടുകളിലുള്ള ജീവജാലങ്ങളെക്കാൾ ജീവികൾ ആമസോൺ വനത്തിൽ അടങ്ങിയിരിക്കുന്നു. അറിയപ്പെടുന്ന സസ്യജാലങ്ങളിൽ 10ൽ 1 ആമസോൺ വനത്തിലാണുള്ളത്. അതായത് ലോകത്തിലെ ഏറ്റവും സസ്യ ജന്തുജാലങ്ങളുള്ള വനമാണ് ആമസോൺ വനം. ആമസോൺ വനത്തിൽ ഏകദേശം 25 ലക്ഷം പ്രാണി സ്പീഷീസുകളും 10,000 സസ്യങ്ങളും 2000-ലധികം പക്ഷികളും സസ്തനികളുമുണ്ട്. ഇതുവരെ കുറഞ്ഞത് 40,000 തരത്തിലുള്ള സസ്യങ്ങളും 2200 തരം മീനുകളും 1200-ലേറെ പക്ഷികളും 428 ഉഭയജീവികളും 178 ഉരഗങ്ങളെയും ഇവിടെ നിന്നും ശാസ്ത്രീയമായി കണ്ടുപിടിച്ചിട്ടുണ്ട്. ലോകത്ത് കാണുന്ന 5 തരം പക്ഷികളിൽ 1 ആമസോൺ വനത്തിലായിരിക്കും കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ 5-ൽ 1 മത്സ്യങ്ങളും ആമസോണിലെ പുഴകളിലാണ് കാണാൻ സാധിക്കുന്നത്. പലതരത്തിലുള്ള അപകടങ്ങളും പതിയിരിക്കുന്ന സ്ഥലമാണ് ആമസോൺ മഴക്കാടുകൾ. ഇരപിടിയന്മാരിൽ വലിയവർ കറുത്ത ചീങ്കണ്ണി ജാഗ്വർ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പൂച്ചവർഗത്തിൽ 3ാമതാണ് ജാഗ്വർ ഉൾപ്പെടുന്നത്. അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ കണ്ടുവരുന്ന ജാഗ്വറുകൾ കടുവയെ പോലെ തന്നെ നീന്താൻ ഇഷ്ടപ്പെടുന്നവരും ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരുമാണ്. ആർജാര കുടുംബത്തിൽ ഏറ്റവും ശക്തമായ താടിയലുള്ളതും ജാഗ്വറുകൾക്കാണ്. ഏകദേശം 1500 PSI ആണ് ഇവരുടെ കടിശക്തി.
അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പുകളിൽ ഒന്നാണ് ആനക്കോണ്ട. ഇവ പൊതുവെ ആമസോൺ, ഒറിനോക്കോ നദീതടങ്ങളിലെ ചതുപ്പ് നിലങ്ങളിലും വനങ്ങളിലുമാണ് കാണാൻ സാധിക്കുന്നത്. യുനെക്ടെക്സ് നൂരിനസ് എന്നാണ് ഇവയുടെ ശാസ്ത്രീയ നാമം. ഇവ പൊതുവെ ഇരകളെ ശ്വാസം മുട്ടിച്ചും മുക്കിയുമാണ് കൊല്ലാറുള്ളത്. അതുപോലെ തന്നെ ആമസോൺ മഴക്കാടുകളിൽ കാണപ്പെടുന്ന പ്രത്യേകതരം തവള വർഗ്ഗമാണ് ഡാർട്ട് ഫ്രോഗുകൾ. ഇതിൻ്റെ ശരീരത്തിൽ മാരകമായ വിഷം അടങ്ങിയിരിക്കുന്നു. മനുഷ്യനെ മണിക്കൂറുകൾക്കുള്ളിൽ കൊല്ലാൻ സാധിക്കുന്ന തരത്തിലുള്ള വിഷമാണ് ഇതിൻ്റെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്നത്. ബുള്ളറ്റ് ആൻസുകൾ ലോകത്തിലെ ഏറ്റവും ഭയാനകമായ വേദനയുണ്ടാക്കുന്ന കടിയുള്ള ഒരുതരം ഉറുമ്പുകളാണ് ബുള്ളറ്റ് ഉറുമ്പുകൾ. തോക്കിൽ നിന്നും വരുന്ന വെടിയുണ്ടകളേക്കാൾ ശക്തിയാണ് ഇവയുടെ ഒരു കടിക്ക്. പിങ്ക് ഡോൾഫിനുകൾ പ്രധാനമായും ആമസോൺ നദിയിൽ കാണപ്പെടുന്ന പ്രത്യേകതരം ശുദ്ധജല ജീവികളാണ് പിങ്ക് ഡോൾഫിനുകൾ. ഇവയുടെ ശരീരത്തിലെ രക്തക്കുഴലുകൾ ചർമ്മത്തോട് ചേർന്നിരിക്കുന്നത് കൊണ്ടാണ് ഇവയ്ക്ക് പിങ്ക് നിറം ലഭിക്കുന്നത്. ഇവ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളാണ്. എല്ലാ പിങ്ക് ഡോൾഫിനുകളും നല്ല പിങ്ക് നിറത്തിലായിരിക്കില്ല. പ്രായമായ ആൺ ഡോൾഫിനുകളാണ് തിളക്കമാർന്ന പിങ്ക് നിറം ലഭിക്കുന്നത്. ആമസോൺ നദീതടത്തിൽ കാണപ്പെടുന്ന പ്രത്യേകതരം മുതലവർഗ്ഗമാണ് ബ്ലാക്ക് കൈമാൻ. ആമസോൺ തടത്തിലെ ഏറ്റവും വലിയ ഉരകവും അലിഗേറ്റർ വിഭാഗത്തിൽ ഏറ്റവും വലിയ അംഗവുമാണ് ബ്ലാക്ക് കൈമാൻ. ഇവയ്ക്ക് 4 മീറ്ററിലധികം നീളവും 450 കിലോഗ്രാമിലധികം ഭാരവും ഉണ്ടാവാറുണ്ട്. ആമസോൺ മഴക്കാടിലെ പെറുവിലുള്ള തിളച്ചുമറിയുന്ന നദിയാണ് ആനെ ടിംബിഷ്ക. 95 ഡിഗ്രി സെൽഷ്യസ് താപനിലയുള്ള ഈ നദിയിൽ വീഴുന്ന ജീവികൾ ഉടനടി തന്നെ വെന്ത് മരിക്കാറുണ്ട്. ആമസോൺ മഴക്കാടുകൾ ലോകത്തിലെ ഏറ്റവും വലിയ ജൈവ വൈവിധ്യ മേഖലയാണ്. ഇവിടെ 40,000-ത്തിലധികം സസ്യജാതികളുണ്ട്. അതിൽ 16,000 ഇനം മരങ്ങളും. ഭീമൻ വാട്ടർ ലില്ലി, കൊക്കോ മരം, വിവിധ ഇനം ഓർക്കിഡുകൾ, ഹെലിക്കോണിയ, പാഷൻ ഫ്ലവർ, ഇങ്കി ബ്രഷ് വള്ളിച്ചെടികൾ എന്നിവയാണ് പ്രധാന സസ്യങ്ങൾ. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകളുടെ നാശം അതീവ ഗുരുതരമായ പ്രശ്നമാണ്. കഴിഞ്ഞ 5 പതിറ്റാണ്ടിനിടയിലായി ആമസോണിലെ 20% വനവും നശിച്ചു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ. ഇതിൻ്റെ പ്രധാന കാരണക്കാർ മനുഷ്യർ തന്നെയാണ്. ആമസോൺ വനനശീകരണത്തിൻ്റെ പ്രധാന കാരണം കന്നുകാലി വളർത്തലാണ്. ബീഫ് കയറ്റുമതിക്കായി വലിയ തോതിൽ വനം വെട്ടിത്തെളിക്കുന്നു. കറുത്ത സ്വർണം എന്നറിയപ്പെടുന്ന കാസിറ്ററൈറ്റ് ഖനനത്തിനായി വനമേഖല വലിയ തോതിൽ നശിപ്പിക്കപ്പെടുന്നു. വനം വെട്ടിത്തെളിച്ച ശേഷം കൃഷിയിടമാക്കുവാനും മറ്റും പൂർവ്വം തീയിടുന്നത് വലിയ കാട്ടുതീക്കും കാരണമാകുന്നു. ആമസോൺ കത്തുമ്പോൾ വൻതോതിൽ കാർബൺ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുന്നു. ഇത് ആഗോളതാപനം വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ആമസോൺ സംരക്ഷിക്കേണ്ടത് വളരെയേറെ ആവശ്യമുള്ള ഒരു കാര്യമാണ്.